പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് മാവിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റൂട്ടിങ്ങിൻ്റെ വീഡിയോയാണ്. നല്ല പോലെ കായ്ക്കുന്ന മാവിൻ്റെ കമ്പിൽ എയർ ലെയറിങ്ങും റൂട്ടിങ്ങും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്ക് ഏറ്റവും പരീക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു രീതിയാണിത്. ഈ റൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നല്ലപോലെ കായ്ക്കുന്ന മാവിൻ്റെ ഒരു കമ്പ് എടുത്തിട്ടുണ്ട്. ഒരു വാഴയുടെ തട എടുത്തിട്ടുണ്ട്. വാഴയുടെ തട ഒരു വലിയ പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈസായിട്ട് മുറിച്ചെടുക്കണം. അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ടിന്നും എടുത്തിട്ടുണ്ട്. നല്ലപോലെ അടപ്പൊക്കെ ഉള്ള ഒരു ടിന്നും എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കാര്യം കൂടെ, ഒരു കുറച്ച് ടിഷ്യൂവും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മൾ കൈയൊക്കെ തൂക്കുന്ന തുടയ്ക്കുന്ന ടിഷ്യൂ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ എയർ ലെയറിങ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമേ തന്നെ ചെയ്യുന്നത് ഈ ടിന്നിനകത്ത് ഇറങ്ങുന്ന രീതിയിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇറങ്ങിയിരിക്കണം ഈ വാഴത്തടിയുടെ പീസ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്രയാണ് അതിൻ്റെ സൈസ് എന്ന് നോക്കിയിട്ട് രണ്ട് സൈഡും കട്ട് ചെയ്ത് നല്ല ലെവലാക്കി ഒരേപോലെ നല്ല സൈഡ് വശമൊക്കെ ഇറങ്ങിയിരുന്ന് കഴിഞ്ഞാൽ നല്ല സിറ്റിംഗ് ആയിട്ടിരിക്കുന്ന രീതിയിൽ അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് ഒരു രണ്ട് സൈഡും ഇറങ്ങുന്ന രീതിയിൽ ഒരു പീസ് നല്ല സെറ്റ് ചെയ്ത് ആദ്യം റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡും എല്ലാം കട്ട് ചെയ്തു ഏകദേശം ടിന്നിൽ ഇറങ്ങുന്ന ആ സൈസിൽ തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തൊന്ന് ഇറക്കി വെച്ച് നോക്കാം. ഇപ്പം ഇറങ്ങുന്നില്ല. അപ്പം കുറച്ചുകൂടി രണ്ട് പോളയും കൂടെ സൈഡിൽ നിന്നെല്ലാം പൊളിച്ചു കൊടുത്ത് ഒന്നും കൂടെ ലെവലാക്കുക. പൊളിച്ച് കൊടുത്ത് കഴിയുമ്പം അതിനകത്ത് ഇറങ്ങുന്ന രീതിയിലോട്ട് കറക്റ്റാക്കുക. ലൂസായിട്ട് ഇറങ്ങിപ്പോണം. കാരണം ഇതിനകത്ത് ഇറക്കി വെച്ചിട്ട് പിന്നെ വേര് വന്നു കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് പുറത്ത് ഇറക്കേണ്ടതാണ്. അപ്പം ഇപ്പം ചെയ്യുന്നത് ഇതെല്ലാം സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ലെവലെല്ലാം കറക്റ്റായി ഇതിൻ്റെ അകംവശം കുറച്ച് ഭാഗം ഒരു 2 ഇഞ്ച് കനത്തിൽ താഴെ വശത്തേക്ക് കുഴിക്ക് വട്ടം സൈഡ് വശം നല്ലപോലെ കത്രിക എന്തെങ്കിലും വെച്ചിട്ട് കറക്കിയിട്ട് കത്തിയോ എന്തെങ്കിലും വെച്ച് കറക്കി അതിനുള്ളിലുള്ള തടയിലെ സാധനങ്ങളെല്ലാം വാഴപ്പിണ്ടി വരുന്ന ഭാഗം ശരിക്കൊന്ന് എടുത്തു കളയുക. കാരണം വാഴപ്പിണ്ടിക്കകത്തോടെ വേരിറങ്ങില്ല. ഇതിനകത്തുള്ള ചെറിയ ചെറിയ ജലാംശം കിടക്കുന്നിടത്തോടെയാണ് വേരിറങ്ങുന്നത്. അതുകൊണ്ട് വാഴപ്പിണ്ടിയുടെ ആ ഭാഗം എടുത്ത് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വേരുകൾ ശരിക്ക് ഇതിൻ്റെ സൈഡ് വശത്ത് കൂടി ഇറങ്ങുകയും അതിനകത്തോടെ ജലാംശം വലിച്ചെടുത്ത് ഇത് വേര് ശരിക്കും പിടിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇത് ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നല്ലപോലെ അകംവശത്തുള്ള തടയും കാര്യങ്ങളും എല്ലാം നല്ലപോലെ കറക്കി ഒരു 2 ഇഞ്ച് കുഴിയാക്കി റെഡിയാക്കുക. ഇപ്പോൾ 2 ഇഞ്ച് കുഴിയാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കറക്കി ഒന്ന് എടുത്ത് കളയുക. ആദ്യം ആ കറയൊക്കെ എടുത്ത് കളയുക. രണ്ടാമത് ഒന്നുകൂടി വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെക്കുക. രണ്ടാമത് ഒന്നും കൂടെ വെള്ളം ഒഴിച്ച് വെച്ച് കഴിയുമ്പോൾ അതിനകത്തോട്ട് ശരിക്കൊന്ന് ഇറങ്ങുകയും കാര്യങ്ങളും ചെയ്യും. എങ്കിലും നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളം ശരിക്കും ഈ ചെറിയ ഹോളിൽ കൂടെ എല്ലാം ഇറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി മാവിൻ്റെ കമ്പെടുത്ത് മുകുളങ്ങളൊക്കെ നല്ലപോലെ ഉള്ള ഒരു കമ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഇലകളെല്ലാം താഴ്വശത്തുള്ള ഇലകളെല്ലാം ചെറുതായിട്ട് മൊത്തത്തിൽ കട്ട് ചെയ്ത് എടുത്ത് കളയുക. മേലവശത്തുള്ള ഒരു 5-6 ഇല മാത്രം പകുതി കട്ട് ചെയ്ത് നിർത്തുക. അപ്പോൾ നമുക്ക് ആദ്യം സൈഡ് വശത്തേക്കുള്ള ഇലകളെല്ലാം ക്ലിയർ ആക്കി സൈഡ് വശത്തു നിന്നെല്ലാം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി മേലെ സൈഡിലുള്ള ഒരു 5-6 ഇല മാത്രം പകുതി കട്ട് ചെയ്ത് നിർത്തുന്നുണ്ട്. ഇതൊന്ന് മുളച്ച് വരാനുള്ള ഒരു എനർജി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പകുതി ഇല നിർത്തിയിരിക്കുന്നത്. ഇപ്പം ഇതെല്ലാം സെറ്റ് ചെയ്തു. അടിവശം എല്ലാം ക്ലിയർ ആക്കി, ടിന്നെല്ലാം വാഴപ്പിണ്ടിയെല്ലാം ക്ലിയർ ആക്കി. ഇനി അതിൻ്റെ ഒരു ലെവൽ നോക്കുക. കാരണം ഇത് അടപ്പിന് മേലേക്ക് എത്തിക്കിട്ടണം. അപ്പം അതിനനുസരിച്ചുള്ള സൈസ് മാത്രമേ കട്ട് ചെയ്ത് പിടിപ്പിക്കാവുള്ളൂ. കാരണം ഒരുപാട് സൈസ് ആയി കഴിഞ്ഞാൽ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ എയർ ലെയറിങ് ചെയ്യുന്ന പോലെ അടിവശത്ത് നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് തോല് എല്ലാം നല്ലപോലെ ഒന്ന് ചീന്തി പൊളിച്ച് കളയുക. പൊളിച്ച് കളഞ്ഞിട്ട് ഉരച്ച് ക്ലിയർ ആക്കുക. ഉരച്ച് നല്ലപോലെ ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം എന്തെങ്കിലും ഒരു ക്ലീനർ വെച്ചിട്ട്, ഇപ്പം ഞാനിവിടെ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്, ഒന്ന് ഉരച്ച് നല്ല ക്ലിയർ ആക്കി ചെറിയുള്ളി വെച്ചിട്ട് ഒന്ന് ഉരച്ച് അതൊന്ന് ഒരു 5 മിനിറ്റത്തേന് വെയിറ്റ് ചെയ്ത് വെക്കുക. കാരണം അതൊന്ന് വേര് വരാൻ വേണ്ടിയിട്ടൊക്കെ സഹായകമാകും. ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചു തന്നിരുന്നു. ഉള്ളിയല്ല കാണിച്ചിരുന്നത്, കറ്റാർവാഴയാണ് കാണിച്ചു തന്നിരുന്നത്. ഉള്ളി, കറ്റാർവാഴ, വെളുത്തുള്ളി ഇതെല്ലാം ഈ വേര് വരാനും ഈ ഫംഗസുകളൊക്കെ പോകാനും വേണ്ടിയിട്ട് ഉപകരിക്കുന്ന സാധനങ്ങളാണ്. അപ്പം നമ്മൾ ഇത് ഉള്ളി വെച്ചിട്ട് നല്ലപോലെ നല്ലപോലെ തൂത്ത് കൊടുത്തിട്ട് അതിൻ്റെ സൈഡ് വശത്തേക്കുള്ള ഒരു കട്ടിങ് എല്ലാം എടുത്ത് കളഞ്ഞു. ഇനി ഇതെടുക്കുന്നത് ഞാൻ നനച്ചെടുത്തിരിക്കുന്ന ടിഷ്യൂ ആണ്. ടിഷ്യൂ ആദ്യം ഇതിനകത്തൊന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങി കഴിയുമ്പം വെള്ളത്തിൽ മുക്കി ഒന്ന് ഒട്ടിച്ച് പിടിപ്പിച്ച് വെക്കുക. ടിഷ്യൂ വെള്ളത്തോട് ചേർന്നിട്ട് തന്നെ ഒട്ടിപ്പിടിപ്പിച്ച് വെച്ചു.
അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കട്ടിയിൽ ചുറ്റി ഏകദേശം ഒരു ചെറിയ ഉണ്ട പരുവത്തിനായി കഴിയുമ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് ഈ വാഴത്തടയ്ക്കുള്ളിലോട്ട് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചിട്ട് ഇതിനകത്തോട്ട് ഇറക്കി വെച്ച് ഇപ്പോൾ അതിനകത്ത് വെള്ളം കിടപ്പുണ്ട്, അത്രയും വെള്ളം നമുക്ക് ആവശ്യമില്ല. ആ വെള്ളം കുറച്ചെടുത്തിട്ട് ഒന്ന് മുക്കിയിട്ട് എടുത്തിട്ട് മറിച്ച് കളയുക. മറിച്ച് കളഞ്ഞിട്ട് പിന്നീട് നമ്മൾ എടുത്ത് ആ വെള്ളം കളഞ്ഞതിന് ശേഷം പിന്നീട് ഒന്നും കൂടെ വെക്കുക. അപ്പോൾ ഇപ്പോൾ ശരിക്കും കുതിർന്ന ടിഷ്യൂ ആണ് അതിൻ്റെ അകത്തിരിക്കുന്നത്. ഇപ്പോൾ ടിഷ്യൂ അതിൻ്റെ അകത്തിരിപ്പുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് ടിഷ്യൂവും കൂടെ നല്ലപോലെ മുക്കി കൊടുക്കുക. നല്ലപോലെ ഒട്ടിച്ചൊട്ടിച്ച് ചെറിയതായിട്ട് വെള്ളത്തിൽ മുക്കി തന്നെ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അകവശത്ത് ഇനി വെള്ളം ഇരിക്കുന്നുണ്ട്, അതും എല്ലാം കൂടെ കൂടി ടിഷ്യൂ എല്ലാം സെറ്റായി ഇപ്പോൾ ഏകദേശം ഒരു ലെവലിൽ വന്നിട്ടുണ്ട്. ഈ ലെവലിൽ വന്നു കഴിയുമ്പോൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വാഴപ്പോള വെച്ചിട്ട് അതിൻ്റെ അകംവശത്തൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ടിഷ്യൂ ഒരു ലേശം കുതിർന്ന് കഴിയുമ്പോഴത്തേനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തു. അതിനുശേഷം ഒരു 2-3 ടിഷ്യൂവും കൂടെ എടുത്തിട്ട് മേലവശത്ത് നിന്ന് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നല്ല ലെവലിൽ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് അതിനകത്ത് ടൈറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇനി അനങ്ങില്ല. അതുപോലത്തെ ഒരു സിറ്റുവേഷനിലോട്ട് ആക്കിയെടുക്കണം. എത്രത്തോളം ടിഷ്യൂ വെക്കണം, ഈ 2 ഇഞ്ച് അതിലോട്ട് ഇറങ്ങി ചെല്ലുന്ന അത്രയും ടിഷ്യൂ നനച്ചിട്ട് അതിനകത്ത് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് അടപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കാരണം അടപ്പ് കൊണ്ട് നമ്മൾ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഇതിനകത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചാടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സെൻറ്ററിൽ ഒരു ഹോളും ആക്കി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ആക്കി നല്ലപോലെ ഒന്ന് അടപ്പും കട്ട് ചെയ്ത് റെഡിയാക്കി ഇതിനകത്ത് കൂടി ഒന്ന് ആ തണ്ടിൻ്റെ അകത്തെത്തുന്ന വിധത്തിൽ ഒന്ന് മൂടി കൊടുക്കുക. മൂടി കൊടുത്തിട്ട് എന്തെങ്കിലും ലാമിനേഷൻ ഷീറ്റോ വള്ളിയോ എന്തെങ്കിലും വെച്ചിട്ട് ടേപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഇത് അടച്ച് പൂട്ടി ഇതിനകത്ത് വെച്ചിട്ട് അകത്ത് വെക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഒന്ന് ചെയ്യുക. ഇതിനകത്തേക്ക് ഒരു 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് നിന്ന് ഇറങ്ങുന്ന വെള്ളം താഴോട്ട് ഇറങ്ങിപ്പോകാൻ പാടില്ല. അതുപോലെ തന്നെ താഴെ വശത്ത് നിന്ന് വെള്ളം വലിച്ചെടുക്കുകയും വേണം. ഒരു കാരണവശാലും വെള്ളമയം കുറഞ്ഞു പോകരുത്. ഇപ്പം അടിവശത്ത് ഒരു 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തു, മേലെ വശം ക്ലോസ് ചെയ്തു, നല്ല പോലെ ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 45 ദിവസം തൊട്ട് 60 ദിവസം വരെയാണ് വെയിറ്റ് ചെയ്യേണ്ടത്. മഴയത്ത് വെക്കരുത്, ചെറിയ വെയിൽ കിട്ടുന്നിടത്ത് വെക്കുകയും വേണം, ചെറിയ തണലും വേണം. ഇങ്ങനെയുള്ളിടത്ത് ഇതെടുത്ത് വെക്കുക. വെച്ചിട്ട് ഒരു 60 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് ഈ ഇലകൾ പൊഴിഞ്ഞു പോയിട്ട് പുതിയ ബഡ്സ് എല്ലാം ചെറുതായിട്ട് പൊങ്ങി വരും. അതിനുശേഷം ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷം വേരുകൾ ശരിക്കും അതിനകത്തോട്ട് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്രോ ബാഗിലോട്ടോ അല്ലെങ്കിൽ മണ്ണിലോട്ടോ വെച്ച് കുഴിച്ചിട്ട് ഇത് നട്ടുവെക്കാം. ആ മാതൃഫലത്തിൻ്റെ അതിൽ കാ പിടിക്കുന്ന അതേ സമയത്ത് ഇതിലും കായ ഉണ്ടാകും. ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കുക. എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ. ഗുഡ് ലക്ക് എവരിബഡി.